മെൽക്കിസദേക്കിൻ നിരയിൽ നിത്യപുരോഹിതനാകാൻ, മെൽക്കിസദേക്കിൻ നിരയിൽ നിത്യപുരോഹിതനാകാൻ, അനുദിന ബലിയർപ്പകനായി അണയും കുരിശിൻ മുന്നിലിതാ, അനുദിന ബലിയർപ്പകനായി അണയും കുരിശിൻ മുന്നിലിതാ. അഭിഷേകിതദാസൻ അനുഗ്രഹീതനെന്നും നീ, അഭിഷേകിതദാസൻ അനുഗ്രഹീതനെന്നും നീ. ബലിയിൽ കാർമ്മികനാകാൻ, കൗദാശികമായി ചെയ്യാൻ, ബലിയിൽ കാർമ്മികനാകാൻ, കൗദാശികമായി ചെയ്യാൻ, ദൈവജനത്തിനു പാപം പോക്കാൻ വിടുതലും വിശുദ്ധിയുമേകാൻ, ദൈവജനത്തിനു പാപം പോക്കാൻ വിടുതലും വിശുദ്ധിയുമേകാൻ. അഭിഷേകിതദാസൻ അനുഗ്രഹീതനെന്നും നീ, അഭിഷേകിതദാസൻ അനുഗ്രഹീതനെന്നും നീ. മാലാഖമാർക്കുപരിയവൻ ഭൂസ്വർഗങ്ങളിലുന്നതനായി, മാലാഖമാർക്കുപരിയവൻ ഭൂസ്വർഗങ്ങളിലുന്നതനായി, ദൈവനിയോഗം പേരിടുവാൻ ദൈവജനത്തിനു മുന്നിൽ, ദൈവനിയോഗം പേരിടുവാൻ ദൈവജനത്തിനു മുന്നിൽ. അഭിഷേകിതദാസൻ അനുഗ്രഹീതനെന്നും നീ, അഭിഷേകിതദാസൻ അനുഗ്രഹീതനെന്നും നീ. തന്നെയുപേക്ഷിച്ച് കുരിശു ചുമന്നു പിന്നാലെ, തന്നെ തന്നെയുപേക്ഷിച്ച് കുരിശു ചുമന്നു പിന്നാലെ, കാൽവരി നിത്യം കയറി വരുന്നു കരുണാമയനേ കൃപയേകൂ, കാൽവരി നിത്യം കയറി വരുന്നു കരുണാമയനേ കൃപയേകൂ. മെൽക്കിസദേക്കിൻ നിരയിൽ നിത്യപുരോഹിതനാകാൻ, മെൽക്കിസദേക്കിൻ നിരയിൽ നിത്യപുരോഹിതനാകാൻ. സംബന്ധിച്ചിടത്തോളം വളരെയേറെ സന്തോഷകരവും അഭിമാനകരവുമായ ഒരു സുന്ദര സുദിനമാണ് ഇന്ന്. കാരണം ദൈവിക ആഹ്വാനത്തിന് പ്രത്യുത്തരം നൽകിക്കൊണ്ട് പ്രാർത്ഥനാനിരതനായി പരിശീലനകാലം പൂർത്തിയാക്കിയ നമ്മുടെ പ്രിയപ്പെട്ട സംസ്ഥാന ആന്റണി തൂക്കുടി ദൈവത്തിനും ദൈവജനത്തിനും ശുശ്രൂഷ ചെയ്യുന്നതിന് വേണ്ടി മിശിഹായുടെ വിശുദ്ധ പൗരോഹിത്യത്തിൽ പങ്കുചേരുകയാണ് ഇന്ന്. അവിടുന്ന് പ്രത്യേകമായി വിളിക്കുകയും തിരഞ്ഞെടുക്കുകയും ചെയ്തവർക്ക് മാത്രമേ മഹോന്നതമായ വിധാനം ലഭിക്കുകയുള്ളൂ. ആത്മധാനത്തിലൂടെ സേവനത്തിന്റെയും ശുശ്രൂഷയുടെയും മഹനീയ മാതൃക കാട്ടിത്തന്ന ഈശോയെ അനുകരിച്ച് ദൈവജനത്തിന് വേണ്ടി സ്വയം മുറിക്കപ്പെടുവാനും ചിന്തപ്പെടുവാനുമായി
ഇന്നിതാ ഈ സഹോദരൻ കർത്താവിന്റെ ബലിവേദിയിലേക്ക് അണയുന്നു. ദൈവത്തിന് സമർപ്പിച്ച് ഇദ്ദേഹത്തിന്റെ മാതാപിതാക്കളും സഹോദരങ്ങളും ഈ സുന്ദര ദിവസത്തിന് വേണ്ടി പരിശുദ്ധമായ ആഗ്രഹങ്ങളോടെ പ്രാർത്ഥിച്ച് പ്രതീക്ഷിച്ച് കഴിയുകയായിരുന്നു. എന്നിതാ ആ സുന്ദര പ്രതീക്ഷകൾ പൂവണിയുന്നു. അതുപോലെ തന്നെ തിരുസഭാ മാതാവിനെ സംബന്ധിച്ച് അത്യധികം ആനന്ദകരമായ ഒരു സുന്ദര ദിനമാണ് ഇന്ന്. കാരണം പൗരോഹിത്യ ധർമ്മം ഒരാളെ ഫലമേൽപ്പിക്കുക എന്നത് തിരുസഭയെ സംബന്ധിച്ച് വലിയ ഒരു കാര്യമാണ്, അഭിമാനകരമായ ഒരു സംഭവമാണ്. ദിവ്യരഹസ്യങ്ങൾ പരികർമ്മം ചെയ്യുവാൻ, തിരുവചനങ്ങൾ പ്രഘോഷിക്കുവാൻ, ദൈവമക്കളെ പരിപാലിക്കുവാൻ ഒരു ജീവിതം മുഴുവൻ ഒഴുകി വെച്ചുകൊണ്ട് ഈ സഭാതലയെ തിരുസഭാ മാതാവിനോടുള്ള തന്റെ നിർവാച സ്നേഹം പ്രകടമാക്കുകയാണ് ഇന്ന്. ഈ ധന്യ നിമിഷങ്ങളിൽ നമുക്ക് ഭക്തിപൂർവ്വം ദൈവത്തെ സ്തുതിക്കുകയും പൗരോഹിത്യാർത്ഥിക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യാം. പട്ടം ശുശ്രൂഷയുടെ പ്രാരംഭമായിട്ടുള്ള പ്രദക്ഷിണം ആരംഭിക്കുകയാണ്. പൗരോഹിത്യ ശുശ്രൂഷയ്ക്കായി നിയുക്തനായ ശംശാനെ അഭിഷേക കർമ്മം നിർവഹിക്കുവാൻ എത്തിയിരിക്കുന്ന അഭിമന്യമെത്രാനെ ദൈവജനം ഒന്നു ചേർന്ന് കർത്താവിന്റെ ഭവനമായ ദേവാലയത്തിലേക്ക് ആനയിക്കുകയാണ്. പാപത്തെയും മരണത്തെയും കീഴടക്കി മഹത്വം പ്രാപിച്ച ഉദ്ധിതനായ ഈശോയുടെ പ്രതീകവും മാർത്തോമ ക്രിസ്ത്യാനിയുടെ മുഖമുദ്രയും ഔദ്യോഗിക ചിഹ്നവുമായ മാർത്തോമ ശ്ലീബായാണ് പ്രദക്ഷിണത്തിന്റെ ഏറ്റവും മുൻപിൽ സംഭവിക്കപ്പെടുന്നത്. ഈ ശ്ലീബായുടെ പാതയിലാണ് ഒരു വൈദികൻ ചരിക്കേണ്ടത്. ഈ ശ്ലീബായുടെ തണലിലാണ് അദ്ദേഹം അഭയം പ്രാപിക്കേണ്ടത്. പ്രദക്ഷിണത്തിൽ സംഭവിക്കപ്പെടുന്ന വിശുദ്ധ ഗ്രന്ഥം സത്യവിശ്വാസം പഠിപ്പിക്കുവാനും പ്രസംഗിക്കുവാനും കടപ്പെട്ടവനാണ് വൈദികനെന്ന് സൂചിപ്പിക്കുന്നത്. ധൂപം പാപമോചനത്തെയാണ് സൂചിപ്പിക്കുന്നത്. കർത്താവിന് സ്വയം സമർപ്പിക്കുന്ന വൈദികൻ പാപരഹിതവും പരിശുദ്ധവുമായ ജീവിതം നയിക്കണമെന്ന് ധൂപാർച്ചന അനുസ്മരിപ്പിക്കുന്നു. പ്രദക്ഷിണത്തിൽ ഏറ്റവും പിന്നിലായി പട്ടം സ്വീകരിക്കുവാനുള്ള ശംശാന സ്ഥാനവസ്ത്രങ്ങളായ കൊത്തീനായും അരക്കെട്ടും ഊറാറയും ധരിച്ച് കൈക്കണ്ടയും തിരുവസ്ത്രങ്ങളുമായി മാതാപിതാക്കന്മാരും ദൈവജനത്താലും അനുഗതനായി കടന്നുവരുന്നു. ഒരു പ്രാർത്ഥനാകാലം ആരംഭിച്ചുകൊണ്ട് ഇവരെ ദൈവഭവനത്തിലേക്ക് നമുക്ക് സ്വീകരിക്കാം.
സത്യവിശ്വാസം സംരക്ഷിക്കുവാനും പഠിപ്പിക്കുവാനും കടപ്പെട്ടവരാണ് വൈദികർ. ഈ സത്യം അംഗീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ശംശാനം സഭയുടെ വിശ്വാസം ഉറപ്പിച്ച് ഏറ്റുപറയുന്നു. അതോടൊപ്പം മാർപ്പാപ്പയെയും മറ്റ് സഭാ അധികാരികളെയും മാർ മാത്യു അറയ്ക്കൽ പിതാവിനെയും അവരുടെ പിൻഗാമികളെയും പൂർണ്ണ ഹൃദയത്തോടും സന്തോഷത്തോടും കൂടെ അനുസരിച്ചു കൊള്ളാമെന്ന് വിശുദ്ധ ഗ്രന്ഥം സാക്ഷിയാക്കി പ്രതിജ്ഞ ചെയ്യുന്നു. ഈ വിശ്വാസ പ്രതിജ്ഞ ജീവിത അവസാനം വരെ കാത്തു സൂക്ഷിക്കുവാനുള്ള അനുഗ്രഹം നൽകണമേ എന്ന് ഇദ്ദേഹത്തോടൊപ്പം നമുക്കും നല്ലവനായ ദൈവത്തോട് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും ഇരിക്കാം. അയോഗ്യനായ ഞാൻ സംസ്ഥാന ആന്റണി തൊമ്പുടിയിൽ അത്യുന്നതനായ ദൈവത്തിന്റെ കൃപയാൽ മാർ മാത്യു അറയ്ക്കൽ മെത്രാന്റെ മുമ്പാകെ കത്തോലിക്ക വിശ്വാസം ഏറ്റുപറയുന്നു. ദൈവത്തിന് സ്തുതിയുണ്ടായിരിക്കട്ടെ. സർവശക്തനും പിതാവുമായ ഏക ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്ക് മുമ്പുള്ള ആദിജാതനും യുഗങ്ങളെല്ലാം മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോ മിശിഹായിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും പിതാവിനോട് കൂടി ഏകസത്യവുമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ലീബായി ഇറക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്ന് പുത്രനിൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സ്നേഹവും സാത്വികവുമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാപമോചനത്തിലുള്ള ഏകമാം ഈശോയും ശരീരത്തിലെ ഉയർപ്പും നിത്യായുസ്സും ഞാൻ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. സാധാരണമോ സാത്വികവുമായ പ്രബോധനാധികാരം വഴിയോ ഔദ്യോഗികമായി തീർപ്പ് കൽപ്പിക്കുന്നത് വഴിയോ തിരുസഭയിലൂടെ ദൈവികമായി വെളിപ്പെട്ടതും നാം വിശ്വസിക്കാൻ നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നതുമായ എഴുതപ്പെട്ടതും
പാരമ്പര്യത്തിലൂടെ കൈമാറപ്പെട്ടതുമായ ദൈവവചനത്തിൽ ഉൾച്ചേർന്നിരിക്കുന്നവയെല്ലാം ഉറച്ച ബോധ്യത്തോടെ ഞാൻ വിശ്വസിക്കുന്നു. വിശ്വാസവും സന്മാനവും സമർപ്പിച്ച് സഭ നിയതമായി നിർദ്ദേശിച്ചിരിക്കുന്ന എല്ലാ പ്രബോധനങ്ങളും ഞാൻ ദൃഢമായി സ്വീകരിക്കുന്നു. കൂടാതെ റോമിലെ മാർപ്പാപ്പയും മെത്രാൻ സംഘവും ഔദ്യോഗിക പ്രബോധന അധികാരം ഉപയോഗിച്ച് പഠിപ്പിക്കുന്നവ അവർ അവയെ നീതമായി നിർവചിക്കാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ അവയോടുള്ള വിശ്വാസപൂർവകമായ വിധേയത്വം പൂർണ്ണമായ അറിവോടും സമ്മതത്തോടും കൂടെ ഞാൻ ഏറ്റുപറയുന്നു. പത്രോസിന്റെ പിൻഗാമിയും സാർവത്രിക സഭയുടെ തലവനുമായ മാർപ്പാപ്പയെ പൂർണ്ണ ഹൃദയത്തോടെ അനുസരിച്ചു കൊള്ളാമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് മെത്രാപ്പോലീത്തയോടും അദ്ദേഹത്തിന്റെ പിൻഗാമികളോടും വിധേയത്തോടും കൂടി പ്രവർത്തിച്ചു കൊള്ളാമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. ഞാൻ പൗരോഹിത്യ ശുശ്രൂഷ നിർവഹിക്കാൻ നിയോഗിക്കപ്പെടുന്ന രൂപതയിലെ മെത്രാനെ പൂർണ്ണ ഹൃദയത്തോടും വിധേയത്തോടും കൂടി അനുസരിച്ചു കൊള്ളാമെന്നും അദ്ദേഹത്തിന്റെ കൽപ്പനകൾ ഒരിക്കലും ലംഘിക്കുകയില്ലെന്നും ഞാൻ ഏറ്റുപറയുന്നു. അത്യുന്നതനായ ദൈവം എന്നെ സഹായിക്കട്ടെ. അവിടുത്തെ സ്തുതി. നമ്മുടെ കർത്താവ് ഈശോയുടെ സുവിശേഷം എനിക്ക് സാക്ഷിയായിരിക്കുകയും ചെയ്യട്ടെ. ആമേൻ. നിന്നിലുള്ള പാപഭാരം മുഴുവൻ മിശിഹ നീക്കിക്കളയട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി കാർമികൻ പൗരോഹിത്യാഗ്നിയുടെ മുടി മുറിക്കുന്നു. പരിശുദ്ധ പൗരോഹിത്യമെന്ന ദൈവിക സ്ഥാനം സ്വീകരിക്കുന്നവർ പാപത്തോടും വ്യർത്ഥമായ ആഡംബരങ്ങളോടുമുള്ള ബന്ധം പൂർണ്ണമായി ഉപേക്ഷിക്കണമെന്ന് നിർമ്മലമായ ഹൃദയത്തോടും പരിശുദ്ധമായ മനസ്സാക്ഷിയോടും കൂടെ പരിപാലനമായ ജീവിതം നയിക്കണമെന്ന് തിരുസഭാ മാതാവ് ഈ കർമ്മത്തിലൂടെ പൗരോഹിത്യാഗ്നിയെ അനുസ്മരിപ്പിക്കുന്നു. നിന്നിലുള്ള പാപഭാരങ്ങളുടെ വിഷയാഗ്നി സ്വർഗ്ഗത്തിൽ വാഴും പിതാവാം
മാഹാത്മ്യത്തെക്കുറിച്ച് ധ്യാനിക്കുവാനും ചിന്തിക്കുവാനും പൗരോഹിത്യാത്മയും നമ്മെ പ്രചോദിപ്പിക്കുന്നതാണ് അടുത്തു വരുന്ന പ്രാർത്ഥനാഗാനം. ഇതേ സമയം പൗരോഹിത്യാത്മി തന്നെ താഴ്ത്തി വിനീതനാക്കി സാഷ്ടാംഗം പ്രണമിക്കുന്നു. പുരോഹിതനായി ബലിപീഠത്തെ സമീപിക്കുന്നതിന് മുമ്പ് പട്ടംകൊടുകളുടെ ശുശ്രൂഷയെ പൗരോഹിത്യാത്മി 4 കാനോനുകൾക്ക് മധ്യേ 3 പ്രാവശ്യം വീതം സാഷ്ടാംഗം പ്രണമിച്ച് തന്റെ അയോഗ്യതയും കർത്താവിന്റെ കരുണയും ഏറ്റുപറയുന്നു. ദൈവദൂതന്മാരെ പോലും അത്ഭുതപ്പെടുത്തുന്ന മഹോന്നത ദാനമാണ് ഒരു പുരോഹിതൻ പട്ടമേൽക്കുന്നതിലൂടെ ഫലമേൽക്കുന്നത്. ദീർഘനാൾ കാത്തിരുന്ന ശേഷം കർത്താവിന്റെ ഭവനം ദർശിക്കുവാൻ ഭാഗ്യം സിദ്ധിച്ച ഒരു ഭക്തന്റെ വിചാരങ്ങളും വികാരങ്ങളുമാണ് ഈ പ്രാർത്ഥനയിൽ നിറഞ്ഞു കൊടുക്കുന്നത്. ദേവാലയം കേന്ദ്രമാക്കി ജീവിക്കേണ്ട പൗരോഹിത്യാത്മി ദേവാലയത്തിന്റെ ശ്രേഷ്ഠതയെ പറ്റി ഈ ഗാനം അനുസ്മരിപ്പിക്കുകയും ചെയ്യുന്നു. എല്ലാവർക്കും ഇരിക്കാം. അങ്ങയുടെ
അങ്ങയുടെ രക്ഷകരയോഗം അമർത്തകൾ ഭാഗ്യമേ. എന്റെ സ്ഥലത്തായ ദിവസത്തേക്കാൾ അങ്ങയുടെ കണക്കൊരു ദിവസം ഞാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്നു. എന്നാൽ നമ്മുടെ കയ്യിൽ രക്ഷയും ദൈവമായ കർത്താവാകുന്നു. അവിടുന്ന് സഹായവും തോന്നലും പരിശുദ്ധമായിരിക്കുന്നവർക്ക് തന്റെ വരങ്ങൾ നിഷേധിക്കുകയില്ല. കർത്താവായ ദൈവമേ, അങ്ങ് ഇഷ്ടപ്പെടുന്നവരെല്ലാം ഭാഗ്യവാന്മാരാകുന്നു. ഭൂമിയുടെ ഉപ്പാണ് വൈദികൻ. പുറനശിച്ചുപോയ ലോകത്തെ ക്രൈസ്തവ ചൈതന്യത്തിന് കുറവ് സംഭവിച്ച ദൈവജനത്തെ പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ വഴി നവീകരിക്കുവാനുള്ള വൈദിക ധർമ്മത്തെ വ്യക്തമാക്കുന്നതാണ് അടുത്തു വരുന്ന പ്രാർത്ഥനകൾ. അങ്ങയുടെ ഭവനം എത്ര മനോഹരമായിരുന്നു. ഞങ്ങളെ കാണുവാൻ എന്റെ ആത്മാവ് ആശിച്ച് കാത്തിരുന്നു. സന്തോഷത്തോടും വിശുദ്ധിയോടും കൂടെ നിന്റെ സ്തുതിക്കുവാനും നിന്റെ നാമത്തിന് സ്തുതിയും പുകഴ്ചയും ബലിയായിട്ട് സമർപ്പിക്കുവാനും പൗരോഹിത്യ വരങ്ങൾ കൊണ്ടായി ഇയാളെ അനുഗ്രഹിക്കണമേ. ആധ്യാത്മികങ്ങളുടെ നാഥാവായ സകലത്തിന്റെ നാഥായ നയിക്കും. നമ്മുടെ ആരാധനാക്രമത്തിൽ ധൂപാർപ്പണം ദൈവത്തിനായുള്ള സമ്പൂർണ്ണ സമർപ്പണത്തിന്റെയും പാപവിമോചനത്തിന്റെയും പ്രതീകമാണ്. ദൈവത്തിനായി തന്നെ തന്നെ സമർപ്പിച്ച തന്റെ സുതനോട് പാപമായതെല്ലാം ഹൃദയത്തെ കഴുകി വിശുദ്ധീകരിക്കുവാൻ തിരുസഭ മാതാവ് ഉദ്ബോധിപ്പിക്കുകയാണ് അടുത്ത ഗാനത്തിലൂടെ. അങ്ങയുടെ പ്രസാദത്തിനും മനുഷ്യർക്കെതിരെ ഭാവനമായി ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ അങ്ങയുടെ വിശുദ്ധമാനത്തോടും ധരിക്കും. സുസ്ഥിരന്ന പുരോഹിതൻ
അങ്ങയുടെ അനിയനത്തെ പാഠത്തോടെ പഠിച്ചുകൊണ്ട് അങ്ങയുടെ സത്യത്തെ ബന്ധപ്പെടുത്തുവാനും ജീവിതവിശുദ്ധിയുള്ള പുരോഹിതന്മാരുടെ ഇടത്തിൽ ഉത്സാഹിയായി എണ്ണപ്പെടുവാനും സ്വർഗീയ സൗഭാഗ്യങ്ങളാൽ അലങ്കൃതനായി നിത്യമാനന്ദിക്കുവാനും വേണ്ടി അങ്ങയുടെ ദീർഘമായി ആഗ്രഹിക്കുന്ന പൗരോഹിത്യ പദവിയെ കർത്താവേ ഞാട്ട് നൽകണമേ. ആധ്യാത്മികവരങ്ങളാവും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. മാമോദീസ തൊട്ടിയിൽ ബലിപീഠവും ശുദ്ധിക്കുന്നു. ദൈവിക ജീവന്റെ ഉറവിടമായ മാമോദീസ പരികർമ്മം ചെയ്തുകൊണ്ട് സ്വർഗരാജ്യത്തിന് അനേകം ആധ്യാത്മിക സന്താനങ്ങളെ ജനിപ്പിക്കുക എന്ന കർത്തവ്യത്തെ അനുസ്മരിപ്പിക്കുവാനാണ് മാമോദീസ തൊട്ടി ശുദ്ധിക്കുന്നത്. അൾത്താരയിൽ ബലിയർപ്പിക്കണമെന്നതാണ് അൾത്താര ചുംബനത്തിന്റെ അർത്ഥം. വർഷങ്ങൾക്ക് മുമ്പ് മാമോദീസായി ആരംഭിച്ച ഈശോയുമായുള്ള ഈ സഹോദരന്റെ ബന്ധം അവിടത്തേക്ക് തന്നെ പൂർണ്ണമായി അർപ്പിക്കുന്ന ബലിയർപ്പണത്തിലൂടെ ദൃഢമാകുന്നുവെന്ന് ഈ തിരുക്കർമ്മ ഭാഗം നമ്മെ അനുസ്മരിപ്പിക്കുന്നു.
അവിടുന്ന് ദർശനത്തിൽ തന്റെ വിശുദ്ധരോട് ഇങ്ങനെ അറിയിച്ചു. ദാസനായ ദാവീദിനെ ഞാൻ കണ്ടെത്തി, വിശുദ്ധതയെ കൊണ്ട് ഞാൻ അവനെ അഭിഷേകം ചെയ്തു.
വിശുദ്ധിയോടുള്ള ഓരോ ധർമ്മം നിർവഹിച്ച പുരോഹിതഗണത്തിൽ ഇയാളെ ചേർക്കണമേ. മഹത്വപൂർണ്ണയായ സഭയുടെ ജയത്താൽ ഇയാളെ നിറയ്ക്കണമേ. എല്ലാവരും പരിശുദ്ധാത്മാവായ സർവേശ്വരായ നയിക്കും. എല്ലാവർക്കും എഴുന്നേൽക്കാം. പരിശുദ്ധാത്മാവായ സർവേശ്വരായ മഹത്വപൂർണ്ണമായ മഹത്വത്തിനായി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ രൂപം ഗണപതിയുമായ സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളെ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളെ ആത്മാക്കളെ പ്രകാശിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാവും ഞങ്ങളുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു ജോലി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ എല്ലാറ്റിന്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിന്റെയും നാഥായ ദൈവം. ജീവനും പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും സ്തുതിയും പ്രവചനയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായ നയിക്കും. La
ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. എന്റെ സഹോദരൻ, നിങ്ങൾ ഇരുന്ന ശ്രദ്ധയോടെ ശ്രദ്ധിക്കുകയും ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന് വായന. കർത്താവ് അബ്രഹാമിനോട് അരുളിച്ചെയ്തു, നിന്റെ ദേശത്തെയും ബന്ധുക്കളെയും പിതൃഭവനത്തെയും ഇട്ട് ഞാൻ കാണിച്ചു തരുന്ന നാട്ടിലേക്ക് പോവുക. ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും. നിന്നെ ഞാൻ അനുഗ്രഹിക്കും. നിന്റെ പേര് ഞാൻ മഹത്വമാക്കും. അങ്ങനെ നീ ഒരു അനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെയും ഞാൻ അനുഗ്രഹിക്കും. നിന്നെ ശപിക്കുന്നവരെയും ഞാൻ ശപിക്കും. നിങ്ങളുടെ ഭൂമുഖത്തെ വംശങ്ങളെല്ലാം അനുഗ്രഹീതമാകും. കർത്താവ് കൽപ്പിച്ചതനുസരിച്ച് അബ്രഹാം പുറപ്പെട്ടു. ലോത്തും അവന്റെ കൂടെ തിരിച്ചു. ഹാരാൻ ദേശത്തോടെ വിടവാങ്ങിയപ്പോൾ അബ്രഹാമിന് 75 വയസ്സ് പ്രായമായിരുന്നു. സഹോദരരെ, നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുകയും പ്രഭാഷകന്റെ പുസ്തകത്തിൽ നിന്ന് വായന ഗുരുവാശ്രദിക്കാൻ. ലേവി ഗോത്രജനും മോശയുടെ സഹോദരനും അവനെ പോലെ തന്നെ വിശുദ്ധനുമായ അഹരോനെ അവിടുന്ന് ഉയർത്തി. അവിടുന്ന് അവനുമായി നിത്യമായ ഉടമ്പടി ചെയ്യുകയും ജനത്തിന്റെ പൗരോഹിത്യം അവന് നൽകുകയും ചെയ്തു. വിശിഷ്ടമായ തിരുവസ്ത്രങ്ങൾ കൊണ്ട് അവിടുന്ന് അവനെ അനുഗ്രഹിച്ചു. മഹത്വമേറിയ മേലങ്കി അവനെ അണിയിച്ചു. മഹിമയുടെ പൂർണ്ണത അവിടുന്ന് അവനെ അണിയിച്ചു. അധികാര ചിഹ്നങ്ങൾ നൽകി അവിടുന്ന് അവനെ ശക്തനാക്കി. കാൽച്ചട്ടയും നീണ്ട അങ്കിയും എപ്പോതും അവന് നൽകി. അങ്കിക്ക് ചുറ്റും മാധവനാരങ്ങയും ദേവാലയത്തിൽ തന്റെ ആഗമനത്തെ അറിയിക്കാൻ നടക്കുമ്പോൾ ശബ്ദമുണ്ടാക്കുന്ന ധാരാളം സ്വർണ്ണമണികളും തുന്നിച്ചേർത്തു. സ്വർണ്ണ, നീല, ധൂമവർണ്ണം കലർന്ന ചിത്രപ്പണികളോടുകൂടിയ വിശുദ്ധ വസ്ത്രം അവിടുന്ന് അവനെ അണിയിച്ചു. ഉറിയും തുമ്മിയും എന്നിവയും അണിയിച്ചു. കരവിരലോടെ പിരിച്ചെടുത്ത കടും ചുമപ്പ് നൂൽ ഇസ്രായേൽ ഗോത്രങ്ങളുടെ എണ്ണത്തിനനുസരിച്ച് അവരെ അനുസ്മരിപ്പിക്കാൻ സ്വർണ്ണപ്പണിക്കാരൻ മുദ്രമോതിരത്തിൽ എന്ന പോലെ ലിഖിതങ്ങൾക്ക് രത്നങ്ങൾ പതിച്ച സ്വർണ്ണഫലകം എന്നിവ അണിയിച്ചു. അവന്റെ തലപ്പാവിൽ സ്വർണം കൊണ്ടുള്ള ഒരു കിരീടം അണിയിച്ചിരുന്നു. അതിൽ ഒരു മുദ്രയിൽ എന്ന പോലെ വിശുദ്ധി എന്ന് കൊത്തിയിരിക്കുന്നു. വിദഗ്ധന്റെ കരചാതുരി പ്രകടമാക്കുന്ന അത് നയനാനന്ദകരവും ശ്രേഷ്ഠവും അലങ്കൃതവുമാണ്. അവന്റെ കാലത്തിനു മുമ്പ് അത്ര മനോഹരമായ വസ്തുക്കൾ ഒരിക്കലും ഉണ്ടായിരുന്നിട്ടില്ല. അന്യരാരും അവ അണിഞ്ഞിട്ടില്ല. അവന്റെ മക്കളും പിൻഗാമികളും എക്കാലവും അത് ധരിച്ചു. എല്ലാ ദിവസവും 2 പ്രാവശ്യം വീതം അവന്റെ ഹോമബലി പരിപൂർണമായി ദീപിക്കപ്പെടും. മോശ അവനെ വിശുദ്ധ തൈലം കൊണ്ട് അഭിഷേകിച്ച് നിയോഗിച്ചു. കർത്താവിനെ ശുശ്രൂഷ ചെയ്യുവാനും പുരോഹിത ധർമ്മം അനുഷ്ഠിക്കുവാനും അവിടുത്തെ നാമത്തിൽ തന്റെ ജനത്തെ ആശീർവദിക്കാനും വേണ്ടി അവനും അവന്റെ പിൻഗാമികൾക്കും ആകാശം പോലെ നിത്യമായ ഒരു ഉടമ്പടിയാണിത്. ജനത്തിന്റെ പാപങ്ങൾക്ക് പരിഹാരത്തിന് വേണ്ടി കർത്താവിനെ ബലിയർപ്പിക്കുന്നതിനും സ്മരണാംശമായി കുന്തിരുക്കവും സുഗന്ധദ്രവ്യങ്ങളും അർപ്പിക്കുന്നതിനും അവിടുന്ന് അവനെ മാനവകുലത്തിൽ നിന്ന് തിരഞ്ഞെടുത്തു. ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യകാലം അനുഗ്രഹകാലം ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. എന്റെ സഹോദരനെ, വിശുദ്ധ പൗലോസ് ഗലാത്യ സഭയ്ക്ക് എഴുതിയ ലേഖനം. സഹോദരനെ, ഞാൻ പ്രസംഗിച്ച സുവിശേഷം മനുഷ്യസഹജമായതല്ല എന്ന് നിങ്ങളെ ഞാൻ അറിയിക്കുന്നു. എന്തെന്നാൽ ഞാൻ അത് സ്വീകരിച്ചത് മനുഷ്യനിൽ നിന്നും പഠിപ്പിക്കപ്പെട്ടത് ആരാധനമോ അല്ല, ഈശോ മിശിഹായുടെ വെളിപാടിലൂടെയത്രേ. ഞാൻ ദൈവത്തിന്റെ സഭയെ കഠിനമായി പീഡിപ്പിക്കുകയും അത്
അത് ഉന്മൂലനം ചെയ്യാൻ പരിശ്രമിക്കുകയും ചെയ്തിരുന്നതായി മുൻപ് യഹൂദ മതത്തിലായിരുന്നപ്പോഴത്തെ എന്റെ ജീവിതത്തെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്റെ വംശത്തിൽപ്പെട്ട സമകാലികരായ അനേകരെക്കാൾ യഹൂദ മത കാര്യങ്ങളിൽ ഞാൻ മുൻപന്തിയിലായിരുന്നു. എന്റെ പിതാക്കന്മാരുടെ പാരമ്പര്യങ്ങളിൽ അത്യധികം തീക്ഷ്ണമതിയുമായിരുന്നു. എന്നാൽ ഞാൻ മാതാവിന്റെ ഉദരത്തിലായിരിക്കുമ്പോൾ തന്നെ ദൈവം എന്നെ വേർതിരിച്ചു. തന്റെ കൃപയാൽ അവിടുന്ന് എന്നെ വിളിച്ചു. ജനതകളെ സുവിശേഷം അറിയിക്കുന്നത് തന്റെ പുത്രനെ എനിക്ക് വെളിപ്പെടുത്താൻ അവൻ മനസ്സായപ്പോൾ ഞാൻ മാംസരക്തമോട് ഉടനെ ആലോചിച്ചില്ല. എനിക്ക് മുൻപേ സ്ത്രീകന്മാരായവരെ കാണാൻ ഞാൻ ജെറുസലേമിലേക്ക് പോയതുമില്ല. എന്നാൽ ഞാൻ അറേബ്യയിലേക്ക് പോവുകയും ദമാസ്കസിലേക്ക് തിരിച്ചു വരികയും ചെയ്തു. നമ്മുടെ കർത്താവായ മിശിഹായെ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നമുക്ക് സഭാപങ്ങളിൽ പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. നിങ്ങൾക്ക് സമാധാനം. വിശുദ്ധ മർക്കോസ് അറിയിച്ച മത്തായി ശംശയുടെ പരിശുദ്ധ സുവിശേഷം. ഈശോ മലയിലേക്ക് കയറി തനിക്ക് ഇഷ്ടമുള്ളവരെ അവിടുത്തെ പക്കലേക്ക് വിളിച്ചു. അവർ അവന്റെ സമീപത്തേക്ക് ചെന്നു. അവൻ 12 പേരെ നിയോഗിച്ച് അവരെ സ്ത്രീകന്മാരെന്ന് വിളിച്ചു. തന്നോടുകൂടി ആയിരിക്കുന്നതിനും പ്രഘോഷിക്കാനായിരിക്കുന്നതിനും വിശാലികളെ ബഹിഷ്കരിക്കാൻ അധികാരമുണ്ടായിരിക്കുന്നതിനും അവർ പത്രോസ് എന്ന് അവൻ പേര് നൽകിയ സമയം അവനവർക്ക് ഇടിമഴക്കെതിരപുത്രന്മാരെന്ന് അവൻ പേര് നൽകിയ സന്ധിപുത്രന്മാരായ യാക്കോബും സഹോദരൻ യോഹന്നാനും അന്ത്രയോസ്, ഫിലിപ്പോസ്, ബർത്തലമീയോ, മത്തായി, തോമ, ഹെൽപ്പയുടെ പുത്രനായ യാക്കോബ്,